അവകാശങ്ങൾ അടിയറ വെച്ച് കരാർ ഉണ്ടാക്കില്ലെന്ന് ഇറാൻ പ്രതിരോധ മന്ത്രാലയ വക്താവ് റിസ തലായിനിക്. ഇറാന്റെ ന്യായമായ അവകാശങ്ങൾ അമേരിക്ക അംഗീകരിച്ചേ തീരൂ. ആക്രമണം പുനരാരംഭിച്ചാൽ അമേരിക്കൻ ജനത വലിയ വിലയൊടുക്കേണ്ടി വരുമെന്നും ഇറാൻ പ്രതിരോധ മന്ത്രാലയ വക്താവ് പറഞ്ഞു. MC നാസർ വിവരങ്ങൾ നൽകും. നാസർ, ഇന്നിപ്പോൾ ഒരു നിർണായക ചർച്ച നടക്കാനിരിക്കുകയാണ്. ആ ഘട്ടത്തിൽ പ്രതിരോധ മന്ത്രാലയത്തിന്റെ പ്രസ്താവനയെ എങ്ങനെ നോക്കിക്കാണണം? അനീസ, തങ്ങളുടെ പ്രഖ്യാപിത നിലപാടിൽ യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ലെന്ന വളരെ കൃത്യമായിട്ടുള്ള ഒരു മുന്നറിയിപ്പാണ് ഇറാൻ നേതൃത്വം അമേരിക്കക്ക് നൽകുന്നത്. പാക് പട്ടാള മേധാവി അസീം മുനീർ തെഹ്റാനിൽ അല്പം മുമ്പ് പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാക്കർ കാലിബാഫുമായി വളരെ വിശദമായിട്ടുള്ള ചർച്ച നടത്തി. ഈ ഘട്ടത്തിൽ കാലിബാഫ് ഉന്നയിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം നിലനിൽക്കുന്ന ഒരു വെടിനിർത്തൽ കരാർ മറികടന്നുകൊണ്ടാണ് നാവിക ഉപരോധം ഇറാനെതിരെ അമേരിക്ക അടിച്ചേൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വെടിനിർത്തൽ പരസ്യമായിട്ട് ലംഘിച്ച ആ നടപടിയോട് തങ്ങൾക്ക് ഒരു നിലക്കും യോജിക്കാനാവില്ല. അതുകൊണ്ട് യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്ക തീരുമാനിക്കുകയാണെങ്കിൽ അതിനോട് തങ്ങളും അനുകൂലമായി പ്രതികരിക്കും. അതല്ല കൂടുതൽ ആക്രമണം പുനരാരംഭിക്കാനാണ് അമേരിക്കയുടെ തീരുമാനമെങ്കിൽ അത് ശക്തമായി തന്നെ തിരിച്ചടിക്കും. പിന്നിട്ട ആഴ്ചകളിലെ ഈ വെടിനിർത്തൽ വേളയിൽ സൈന്യം കൂടുതൽ ശക്തി സംഭരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വളരെ ശക്തമായിട്ട് ചെറുത്തു നിൽക്കാനും അമേരിക്കക്ക് അവർ പ്രതീക്ഷിക്കാത്ത തിരിച്ചടി നൽകാനും തങ്ങൾക്ക് സാധിക്കുമെന്ന മുന്നറിയിപ്പ് കൂടിയാണ് പാർലമെന്റ് സ്പീക്കർ തന്നെ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. എന്തായാലും പട്ടാള മേധാവി 1-2 ദിവസം കൂടി തെഹ്റാനിൽ തന്നെ തങ്ങുമെന്നാണ് പാകിസ്ഥാൻ അറിയിച്ചിരിക്കുന്നത്. മറ്റ് നേതാക്കളുമായിട്ടും ചർച്ചകൾ തുടരും. അമേരിക്കയുമായിട്ടും ആശയവിനിമയം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒരു കരാറിലേക്ക് എത്താനുള്ള സാധ്യത വളരെ കുറവാണെന്ന വാർത്തയാണ് ഇപ്പോൾ അമേരിക്കയിൽ മാധ്യമങ്ങൾ പുറത്തുവിടുന്നത്. കാരണം അമേരിക്ക ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഉപാധികളൊന്നും അംഗീകരിക്കാൻ ഇറാൻ തയ്യാറല്ല എന്ന് പ്രഖ്യാപിച്ചൊരു ഘട്ടത്തിൽ ആക്രമണം പുനരാരംഭിക്കുകയും കൂടുതൽ ശക്തമായ ആക്രമണത്തിലൂടെ ഒരു കരാറിലേക്ക് ഇറാൻ എത്തിക്കാനുള്ള നീക്കത്തിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഏർപ്പെട്ടിരിക്കുന്നത് എന്ന വാർത്തയാണ് ഇപ്പോൾ അമേരിക്കൻ മാധ്യമങ്ങൾ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് റിപ്പോർട്ട് ചെയ്യുന്നത്. അനീസ.